നിർവികാരിയായ കൂടസ്ഥനാണ് സാക്ഷി. അവൻ തന്നെയാണ് ആത്മാവ്. അവൻ ആകാശം പോലെ എങ്ങും വ്യാപിച്ചവൻ. അവൻ സച്ചിദാനന്ദ സ്വരൂപൻ. അവനാണ് അന്ധക്കരണത്തിൽ ജീവരൂപമായി പ്രവേശിച്ചവനായിക്കൊണ്ട് സംസാരിയായി തീരുന്നത്. ഇങ്ങനെയുള്ള പാരമാർത്ഥികനായ ആത്മാവിഷയത്തിൽ സകല വേദങ്ങളും പ്രമാണമായിരിക്കുന്നു. അവസ്ഥാവാനായിരിക്കുന്ന ചിതാഭാസനായ ജീവൻ ഇപ്പോൾ ഉണർന്നിരിക്കുന്നേൻ, ഇപ്പോൾ സ്വപ്നം കാണുന്നേൻ, ഇപ്പോൾ അജ്ഞാനത്തിൽ മോഹിച്ച് സുഷുപ്തിയിലിരിക്കുന്നേൻ, ഇപ്പോൾ സുഖി, ഇപ്പോൾ ദുഃഖി, ഇപ്പോൾ ഉദാസീനൻ എന്നുള്ള ജീവന്റെ അവസ്ഥാഭേദങ്ങളെ എല്ലാം ചിത്രൂപമെന്ന് ഏവൻ അറിയുന്നുവോ അവനാണ് ആത്മാ. അവനാണ് അവസ്ഥാത്രയ സാക്ഷി എന്നറിയണം. ഇവിടെ സാക്ഷി നിരൂപണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് ഈ സാക്ഷി? ഈ മൂന്ന് അവസ്ഥകൾക്ക് സാക്ഷിയാണ്. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും ഈ സാക്ഷി, ഈ ആത്മാവ് സാക്ഷിയാണ്. വാസ്തവത്തിൽ ആ സാക്ഷി രൂപത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും മണക്കുകയൊക്കെ ചെയ്യുന്ന ആ ജീവനാണത്. ആ ജീവന്റെ സാക്ഷിയായിട്ട് ഈ ആത്മാവ് ഇതിൽ വർത്തിക്കുകയാണ്. ആത്മാവിന്റെ പ്രകൃതി എന്താണ്? ഒരവസ്ഥയിലും മാറുന്നില്ല. ജീവന്റെ പ്രകൃതി എന്താണ്? അവസ്ഥകൾ തോന്നും മാറും. ഇപ്പൊ ജാഗ്രതയിലിരിക്കുന്ന ജീവന് അവന്റെ ബന്ധങ്ങളാണ് ഈ ലോകമാണ്. ഇത് അവന് സ്വപ്നത്തിൽ ഓർമ്മയില്ല. ഉണ്ടോ? സ്വപ്നത്തിലുള്ള ആ ജീവന്റെ കാര്യം ജാഗ്രതയിലുള്ള ജീവനെ അറിഞ്ഞൂടാ, സ്വപ്ന ജീവനെ ജാഗ്രത ജീവനെ അറിഞ്ഞൂടാ. ഇതുപോലെ പരസ്പരം ഈ ജീവന്മാർ മൂന്നും പരസ്പരം അറിയാത്തവരാണ്. പക്ഷേ ഇതിനെ മൂന്നിനെ അറിയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷിയാണ് അറിയുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, നമ്മുടെ ഭീമഭാഗവും സാക്ഷിരൂപമായിട്ട് നാം ഇരിക്കുകയാണ്. ഈ ജാഗ്രതത്തിലും ജീവൻ അങ്ങനെ അതിന്റെ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് സാക്ഷിയാണ്. സ്വപ്നത്തിലും ആ കാണുന്ന സ്വപ്നത്തിൽ മുഴുകി നിൽക്കുന്ന ആ ജീവന് സാക്ഷിയായിട്ടിരിക്കുകയാണ് അവിടെ. സുഷുപ്തിയിൽ ഈ അന്ധക്കരണം ലയിച്ച് അതിന്റെ ഒന്നോ ഇല്ല എന്നുള്ള ആ ശൂന്യത്തിനെ അറിഞ്ഞ് സാക്ഷിയായിട്ടിരിക്കുകയാണ് അവിടെ. എല്ലാ രൂപത്തിലും ഈ സാക്ഷി മാറാതെ നിന്ന് ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. ഇതാണ് യഥാർത്ഥത്തിൽ നാം. പക്ഷെ നമുക്കത് ഉണരാൻ സാധിക്കുന്നില്ല. ഉണരുക എന്ന് പറഞ്ഞൊരു അർത്ഥം ഇനി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യല്ലോ. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനെ അറിയുന്നതാണ് ജ്ഞാനം. ഇതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ അറിയാനായിട്ടുള്ള പ്രയത്നം, അതാണ് ബ്രഹ്മാഭ്യാസം. അപ്പൊ ഇങ്ങനെ ബ്രഹ്മാഭ്യാസം ചെയ്ത് ഇങ്ങനെ പോകുന്നവരെ സംബന്ധിച്ച് കുറച്ച് കാലം കൊണ്ടെങ്കിലും ഇത് അനുഭവവേദ്യമാവും. അതിന് അപരോക്ഷമായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പരോക്ഷമാണ്. ഈ പരോക്ഷ ജ്ഞാനം അപരോക്ഷമാകുന്നതിന് എന്താണ് തടസ്സമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തോടുള്ള ആഭിമുഖ്യമാണ്, ഈ ലോകത്തോടുള്ള ഉറ്റുനോട്ടമാണ്. ഇതാണ് നമുക്ക് മനസ്സിനെ വിക്ഷുബ്ധമാക്കിയിട്ട് ആ യാഥാർത്ഥ്യത്തെ ഉണരാൻ സമ്മതിക്കാതിരിക്കുന്ന ഫാക്ടർ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ വിക്ഷേപത്തെ ഒന്ന് കുറയ്ക്കൂ, ഇതിനൊന്നും കഥയില്ല, ഇതൊക്കെ വിട്ടുകളയൂ എന്നൊക്കെ വേറെ ചുമ്മാ പറയല്ല. കാരണം ഈ ജ്ഞാനത്തിൽ ഉണർന്നാൽ മാത്രമേ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉണർന്ന് മുക്തനാവാൻ പറ്റും. മുക്തി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, തന്റെ റിയൽ സ്വരൂപത്തെ ഉണരുന്നതാണ്. അറിയാൻ പറ്റൂല, അറിയല്ല ചെയ്യുന്നത്. അറിയാന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിഞ്ഞു, മനസ്സുകൊണ്ടറിഞ്ഞു, ഊഹിച്ചറിഞ്ഞു, ചിന്തിച്ചറിഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഇത് താനായിട്ട് ഉണരുകയാണത്. തന്റെ ഇപ്പോഴത്തെ രൂപം ഈ ചിതാഭാസമായിട്ടിരിക്കുന്ന ഒരു രൂപത്തിൽ ഈ കൂടസ്ഥൻ തന്നെയാണ് ഇരിക്കുന്നത്. നിർവികാരിയായ കൂടസ്ഥനാണ് സാക്ഷി. അവൻ തന്നെയാണ് ആത്മാവ്. അവൻ ആകാശം പോലെ എങ്ങും വ്യാപിച്ചവൻ, സച്ചിദാനന്ദ സ്വരൂപൻ. അവനാണ് അന്ധക്കരണത്തിൽ ജീവരൂപമായി പ്രവേശിച്ചവനായി ഇരുന്നു കൊണ്ട് സംസാരിയായി തീരുന്നു. ഇങ്ങനെയുള്ള പാരമാർത്ഥികനായ ആത്മവിഷയത്തിൽ സകല വേദങ്ങളും പ്രമാണമായിരിക്കുന്നു. അവസ്ഥാവാനായിരിക്കുന്ന ചിതാഭാസനായ ജീവൻ ഇപ്പോൾ ഉണർന്നിരിക്കുന്നേൻ, ഇപ്പോൾ സ്വപ്നം കാണുന്നേൻ, ഇപ്പോൾ അജ്ഞാനത്തിൽ മോഹിച്ച് സുഷുപ്തിയിലിരിക്കുന്നേൻ, ഇപ്പോൾ സുഖി, ഇപ്പോൾ ദുഃഖി, ഇപ്പോൾ ഉദാസീനൻ എന്നുള്ള ജീവന്റെ അവസ്ഥാഭേദങ്ങളെ എല്ലാം ചിത്രൂപമെന്ന് ഏവൻ അറിയുന്നു അവനാണ് ആത്മാവ്. അവനാണ് അവസ്ഥാത്രയ സാക്ഷി എന്നറിയണം. ഇതിനെല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളാണ്. അതാണ് യഥാർത്ഥത്തിൽ ആത്മാ. അതാണ് സാക്ഷി. സാക്ഷി രൂപമായിട്ടാണ് ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഏതുവരെ സാക്ഷി രൂപം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ഈ ജീവൻ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഇത് സാക്ഷിയായിട്ട്, ആ ജീവന്റെ വ്യവഹാരം വിട്ട് ജീവൻ വാസ്തവത്തിൽ ഇത് സമാധി അവസ്ഥയിൽ അത് സച്ചിദാനന്ദമായിട്ടിരിക്കുകയാണ്. സത്ത് ചിത്താനന്ദമാണ് ആത്മാവിന്റെ സ്വരൂപം. ഇതിൽ സത്ത് എല്ലാവർക്കും പ്രകടമാണ്. സത്ത് ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെ പ്രകടമാണ്. ഞാൻ ഇല്ലെന്ന് ആർക്കും തോന്നുന്നില്ല, ഞാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ആരാണെന്ന് നോക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. എന്തിനും ഏതിനും ഞാൻ ഈ ജ്ഞാനം പിടിച്ചാണ് എല്ലാ വ്യവഹാരവും ഇരിക്കുന്നത്. ഇപ്പോൾ അതാണ് ഇതിന്റെ സത്വരൂപം. ആത്മാവിന്റെ ഒരു സത്വരൂപം ഞാൻ രൂപത്തിൽ പ്രകാശിച്ചിരിക്കുന്നതിനെയാണ് എല്ലാവരിലും സുപരിചിതമായിരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് രമണ ഭഗവാൻ മറ്റൊന്നും പറയാതെ ഈ ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. കാരണം ഞാനെന്നുള്ള ഒരു വിഷയത്തിൽ ഒരു പുതിയൊരു പഠിത്തമൊന്നും കൊടുത്തില്ല. ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് പറഞ്ഞില്ല. എല്ലാവർക്കും സർവ്വസാധാരണമായി ഞാൻ എന്ന് പറയുന്നു. ഇത് ഏതിനാണ്? ഈ ശരീരത്തിനാണോ, ഈ ബുദ്ധിയാണോ, ഈ മനസ്സിനാണോ, ഏതിനാണ് ഈ ഞാനെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് കുറച്ചു നേരം വിസ്മയിച്ച് നിൽക്കുകയുള്ളൂ. അത് ഞാൻ എന്നേ പറയുള്ളൂ. പക്ഷെ അതിനെ വ്യക്തമായി അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ അരണ്ട വെളിച്ചത്തിൽ കയറാണ് കിടക്കുന്നതെങ്കിലും അതിന് ആ മതാന്ധകാരം കൊണ്ട് തോന്നിയിരിക്കുന്ന ഒരു പാമ്പായിട്ട് കാണുകയാണ് ഈ കയറിന്. ഇതുപോലെ ഈ ജ്ഞാനമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജിജ്ഞാസ ഇല്ലാത്തത് കൊണ്ട് ഈ ആത്മാവിനെ തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രപഞ്ചമായിട്ട് കാണുന്നത് കൊണ്ട് ഇത് എങ്ങനെയാണ് അവര് ശാസ്ത്രത്തിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ഈ സത്തിൽ ഒരു തോറ്റമായിട്ട് ഇത് ഈ പ്രപഞ്ചം ഇരിക്കുന്നു. അത് നമ്മൾ നല്ലപോലെ ആലോചിച്ച് നോക്കണം. ഇത് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം എല്ലാം നമ്മൾ അറിയില്ലേ. അറിയുന്ന ആളെ എന്തായാലും അറിയപ്പെടുന്ന വസ്തു അല്ലല്ലോ. അപ്പൊ അറിയുന്നവനാര്? എന്ത് നോക്കിയിട്ട്? കണ്ണാണോ ഈ കണ്ടത്? ഈ മനസ്സാണോ ഇത് കണ്ടത്? ഈ ബുദ്ധിയാണോ ഇത് കണ്ടതെന്ന് നോക്കിയാൽ അവസാനം ചെന്ന് എവിടെ നിൽക്കുമോ അതാണ് യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞാകും. ആ അറിഞ്ഞയാളിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അറിവേ ഇല്ല. അതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊരു ട്രിക്കാണ് അവർക്ക്. വാസ്തവത്തിൽ ഇതെല്ലാം ഒരു ബ്രഹ്മജന്യമായിട്ട്, ഒരു ഇന്ദ്രജാലമായിട്ട്, ഒരു മായാ പ്രകടനമായിട്ടിരിക്കേണ്ടതല്ല. ഇത് ആർക്ക് ബോധിക്കുമെന്ന് ചോദിച്ചാൽ ഇതിനെ ഉള്ളതുപോലെ അറിയുന്നവന് മാത്രം സംഭവിക്കും. അവനാണ് ഈ മായയുടെ പ്രാബല്യം പോയി അവർ. പിന്നെ ഇത് അവരെ ഭ്രമിപ്പിക്കുന്നില്ല എന്നാണ്. ഏതുവരെ ഇത് ഭ്രമിപ്പിക്കുമെന്ന് ചോദിച്ചാൽ തന്റെ സ്വരൂപം വ്യക്തമായി അറിയുന്നത് വരെ ഈ മായ നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ജീവനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും. ഭ്രമിപ്പിക്കാൻ അർത്ഥം വേറൊന്നുമില്ല. ഇത് രണ്ടെന്ന് തോന്നി അതിൽ ഭയത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ഭയമാണ് ഇതിൽ ആദ്യം ഉണ്ടാകുന്നത്. ഈ ഭയത്തിന് കാരണം എന്താണ്? രണ്ടാമതൊന്നുള്ളതാണ്. രണ്ടാമതൊന്നും വാസ്തവത്തിൽ ഇല്ല. അതാണ് അദ്വൈതമാണെന്ന് പറഞ്ഞത്. ഇതിന്റെ സ്വരൂപം അദ്വൈതമാണ്. ഇത് രണ്ടെന്നില്ല. രണ്ടെന്ന് പാമ്പും കയറിൽ തോന്നിയ പാമ്പ് രണ്ടാമത് ഒന്നെന്ന് തോന്നിയാലും വാസ്തവത്തിലുണ്ടോ? തോന്നലല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ദ്വൈതം ഏർപ്പെട്ടെന്നല്ലാതെ അത് വാസ്തവമല്ല. അത് വാസ്തവത്തിൽ അദ്വൈതമാണത്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞു ആ കയറിൽ തോന്നിയ പാമ്പ് കയറ് തന്നെയാണ്. വേറെ പറയാം ഈ പാമ്പ് കയറ് തന്നെയാണ് അല്ലേ. വേറെ എന്തിനാണ്? വേറെ എന്തെങ്കിലും ഒരു പുതിയൊരു സംഭവം അവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു തോന്നലെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നാണ് അർത്ഥം. അപ്പൊ തോന്നലില്ലാത്തതാണെങ്കിൽ അന്യമായിട്ടൊന്നില്ല. എന്നുവെച്ചാൽ അവിടെ ദ്വൈതം സംഭവിച്ചില്ല. കേവലം അദ്വൈതത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുപോലെ ഈ തന്റെ അർത്ഥസ്വരൂപം മാത്രമേ ഉള്ളൂ. അതിൽ തോന്നിയിരിക്കുന്ന ഈ പ്രപഞ്ചം, ഈ ദേഹാദി പ്രപഞ്ചമെല്ലാം കേവലം ഒരു അധ്യാസമാണ്. അതിൽ ആരോപമായിട്ടിരിക്കുന്നതാണ്, വാസ്തവമല്ല. ഇത് വേദത്തിന്റെ അസന്നിഗ്ധമായ അഭിപ്രായമാണ് പറയുന്നത്. ഇത് എത്രത്തോളം നമുക്ക് ഉണരാൻ, ഇതിൽ എത്രത്തോളം നമുക്ക് ഇതിൽ യുക്തിഭദ്രമായിട്ട് നിൽക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ ഇതിന് അധികാരികളായിട്ട് ഈ ജ്ഞാനത്തിലേക്ക് വരുന്നുവെന്ന് കാണണം. ജ്ഞാനോപദേശം എന്ന് വേറെ ഒന്നുമില്ല. ഇതിൽ തോന്നിയിരിക്കുന്ന ഈ പ്രപഞ്ച വിദ്യയാണെന്ന് പറയുന്നതാണ് ജ്ഞാനോപദേശം. എന്തിനാണത് പറയണത്? ഈ ഭ്രമം
ഇതിലകന്നാലേ ജ്ഞാനം ഇതിൽ ഫലിക്കൂ. ജ്ഞാനം ഫലിക്കേണ്ടതല്ല, ജ്ഞാനമായിട്ട് തന്നെയാണ് താൻ ഇരിക്കുന്നത്. പക്ഷെ അതിനെ ഉണരാൻ പറ്റുന്നില്ല. ഈ അന്ധകരണത്തിന് അതിന്റെ ഒരു ശേഷിയില്ല. അന്ധകരണത്തിന്റെ ആ ശേഷി തടഞ്ഞിരിക്കുന്ന ഫാക്ടർ എന്താണ്? ഈ ലോകത്തോടുള്ള ആഭിമുഖ്യം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതെല്ലാം കേവലം കയറിൽ പാമ്പ് തോന്നിയ പോലെ ഒരു തോന്നലായിട്ടാണ് ഇരിക്കുന്നത്. മരുഭൂമിയിൽ ജലം കാണുന്നു. ജലം കണ്ടാലും മരുഭൂമിയിൽ ജലമില്ലെന്നറിയാം. ജലമില്ലെന്ന് അറിഞ്ഞവനും മരുഭൂമിയിൽ ജലം തോന്നും, അല്ലേ? എന്ന് വിചാരിച്ച് അവിടെ ജലമുണ്ടോ? ഇല്ല. കേട്ടോ, ഈശ്വര നിലയെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. മരുഭൂമിയിൽ ജലമില്ലെന്നറിഞ്ഞ് ഈശ്വരന്റെ ആ പ്രതീതി അതിൽ തോന്നിയാലും അതിൽ ഭ്രമമില്ല. അതുപോലെ ഈ ലോക വസ്തുക്കളിൽ മേലിരിക്കുന്ന ഭ്രമം നീങ്ങുന്നത് തന്നെയാണ് മനസ്സിന്റെ ശുദ്ധി. അത് തന്നെയാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതിനെയുണ്ടോ? മനസ്സ് എപ്പോഴും ശാന്തമായിട്ട് നിർമ്മലമായിട്ട് വരുമോ അപ്പോഴേ സമാധി ഇതിൽ ഉണ്ടാവും. അതാണ് സമാധി അവസ്ഥ ഇതിലുണ്ടാവും. മരിച്ചു പോണല്ല സമാധി. താൻ മാത്രമായിട്ടിരിക്കുന്നവരെന്നല്ല. ഇതിനെയാണ് അസാക്ഷി മാത്രമായിട്ടിരിക്കുന്നവരെന്നല്ല ഇത്. അത് വന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട പല പരിപാടികൾ ചെയ്യുന്നത്. സിംഹസ്വാമി പറഞ്ഞിട്ട് നാമം പറയാ, പൂജ ചെയ്തോ, അന്നദാനം ചെയ്തോ, പിന്നെ ധാരാളം ഉപകാരങ്ങൾ അന്യർക്ക് ചെയ്തോ, എന്ത് ചെയ്തിട്ടായാലും ശരി വരേണ്ടത് ഇതാണ്. ഏത് ഈ സാക്ഷിരൂപമായിട്ടുള്ള ഒരു സമാധി അവസ്ഥ. ഇതിൽ വന്ന് കണ്ടവരെയാണ് മഹത്തുക്കളായിട്ട് പറഞ്ഞത്. അവരൊക്കെ ഇത് കണ്ടപ്പോഴവരെ സംബന്ധിച്ച് പൂർണ്ണമായ സംശയങ്ങളില്ലാതായി. അവർക്ക് പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ഒക്കില്ല. ഇതിന് അനുഭവം വന്ന ആൾക്ക് പോലും ഒന്നും പറയാൻ ഒക്കില്ല. ഈ ശാസ്ത്രങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അവർ ശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ട് അവരിത് പറഞ്ഞു കൊടുക്കും. അപ്പൊ അറിയുക എന്ന് പറഞ്ഞാൽ ഇത് ഉണർന്ന മഹത്തുക്കൾ അനവധിയുണ്ട്. അവർക്കൊന്നും വെളിയിൽ മിണ്ടാൻ പോലും ഒക്കില്ല. എന്തെന്നറിയാം കാരണം? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ പറഞ്ഞതിന് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മൗനമായി. ഞാൻ ആ ദക്ഷിണാമൂർത്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ ഒരു കല്ലാലിന്റെ ചുവട്ടിൽ ഇങ്ങനെ വന്ന് മൗനമായിട്ടിരുന്ന് കാണിച്ചു. സനകാദി മഹർഷിമാരെല്ലാം വന്ന് ചുറ്റിനും ഇരുന്നു. അവർ വേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു. ദക്ഷിണാമൂർത്തിയുടെ ചോദ്യങ്ങൾ ചോദിച്ചു. ദക്ഷിണാമൂർത്തി എങ്ങനെ മറുപടി പറഞ്ഞു? മൗനമായിട്ടിരുന്ന് കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ മൗനമാണ് ആത്മാവിന്റെ സ്വരൂപം. സംസാരിയാണ് ജീവന്റെ സ്വരൂപം. ജീവൻ സംസാരിയാണ്, ആത്മാവ് മൗനിയാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മൾ ധരിച്ചു വെക്കുക. ഇതൊക്കെ പ്രയോജനപ്പെടുമെങ്കിൽ അത് ആർക്ക് പ്രയോജനപ്പെടും? ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളിന് പ്രയോജനപ്പെടും. അപ്പൊ ഇതാണ് പറഞ്ഞതല്ലേ എന്ന് അവർക്ക് പ്രതിജ്ഞ ഉണ്ടാവും. ഇതെല്ലാം പിന്നീട് ഉണരാൻ പറ്റും. വേദം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം ചെയ്ത മഹത്തുക്കളുടെ അഭിപ്രായങ്ങളാണ്, അവരുടെ അനുഭവങ്ങളാണ് വേദമായിട്ടിരിക്കുന്നത്. ഈ ജ്ഞാനികളെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വര പ്രോക്തങ്ങളാണ് ഇതെല്ലാം. മുനിപ്രോക്തങ്ങൾ എന്ന് പറയുന്നത് ഈശ്വര പ്രോക്തങ്ങളെന്നും പറയാം. രണ്ടും ഒന്ന് തന്നെ. വേറെ ബുദ്ധി പറഞ്ഞ പരമസത്യങ്ങളാണിത്. ഇതിലൊരു കറയും. ഇത് അവർക്ക് ഇതിലെന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടോ ചെയ്തിട്ടോ അവർക്കൊന്നും നേടാനില്ല, അല്ലേ? അവർക്കൊന്നും നേടാനില്ല. അവരെ സംബന്ധിച്ച് അവരറിഞ്ഞ കാര്യങ്ങളെ അവർ എഴുതി വെച്ചു. അവർ പേര് പോലും എഴുതൂല. ഇത് ഗ്രന്ഥകർത്താവ് ഇന്നയാളെന്നൊക്കെ എഴുതി വെക്കില്ല. ഉപനിഷത്തിലൊന്നുമില്ല. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആരും എഴുതിയെന്ന് പോലും അറിയാൻ വയ്യ. എത്ര ഉപനിഷത്തുകൾ അങ്ങനെ കിടക്കുന്ന അറിയാം. ഉപനിഷത്തൊക്കെ ആരും എഴുതിയതായിട്ട് പറയുന്നില്ല. അതിന്റെ അടിയിൽ ഒരു കുറിപ്പുമില്ല. ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചു എന്ന് മാത്രമേ. ആ മഹത്തുക്കൾക്ക് വ്യക്തിത്വം ഇല്ല. അവരൊരാളല്ല. അവര് പറയണമെങ്കിൽ എല്ലാവരുടെ പേരും എഴുതണം. എന്താണ് അടിയിൽ എഴുതാനുള്ള? രാമചന്ദ്രൻ, ഗോപാലൻ, കുഞ്ഞിരാമൻ, പിന്നെ കൃഷ്ണൻ, എങ്ങനെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് നാമങ്ങൾ എഴുതണം അതിന്റെ ഓതേഴ്സ്. അത് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് അവരൊന്നും എഴുതില്ല. നിങ്ങൾ വരും, നിങ്ങളെല്ലാവരും വരും ഇതില്. സർവ്വതും കൂടി ചേർന്നല്ലേ ഈശ്വരനായിട്ട് നിൽക്കുന്നത്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതാണ് ജീവനായിട്ട് നിൽക്കുന്നത്. ആ വ്യക്തിത്വം ഇതിൽ അറ്റുപോയവരെയാണ് പറയുന്നത് ജ്ഞാനികൾ. അതുകൊണ്ടാണ് അവർക്കൊന്നും എഴുതാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അവരവർ പേരെഴുതി വെച്ചിട്ടായിരുന്നു, ഈ ഗ്രന്ഥം എഴുതിയ ആൾ ഇന്ന ആളാണ്. അപ്പൊ ചേച്ചിക്ക് സംശയം വരാം,
കൈവല്യ നവനീത എഴുതി വെച്ചിരിക്കുന്നത് താണ്ഡവരായ സ്വാമികളെന്ന് ഉണ്ടല്ലോ. അത് അദ്ദേഹമല്ല എഴുതിയത്, അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതി വെച്ചത്. അവർക്ക് എഴുതാൻ പറ്റൂല. അവരൊരു വ്യക്തിയല്ല. ജ്ഞാനമായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ അവരൊരു വ്യക്തിയില്ല. വേറെ ബുദ്ധി പറഞ്ഞാൽ ആ വ്യക്തിത്വം അവർ ഇല്ലാതാവുന്നതിനെയാണ് ജ്ഞാനം എന്ന് തന്നെ പറഞ്ഞത്. ചേച്ചി, വ്യക്തിത്വം എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി? ഞാനെന്ന ഭാവം അല്ലേ? കറക്റ്റ്. അപ്പൊ അത് എങ്ങനെയാണ് നിൽക്കുന്നത്? അതിന്റെ സ്വരൂപം എന്ന് പറയണം. ഞാനെന്ന ഭാവം എങ്ങനെയാണ് ഉഷയിൽ നിൽക്കുന്നത്? കുറെ കാര്യങ്ങൾ പിടിച്ചാണ് നിൽക്കുന്നത്. ഞാൻ ഇന്നടത്ത് ഇന്നയാളുടെ മകള് അല്ലെങ്കിൽ ഇന്നയാളുടെ മകൻ, ആ എല്ലാം കൂടെ ചേർന്ന് എന്തോ കുറെ സമുദായമായ എന്തൊക്കെയോ കാര്യങ്ങളുടെ ഒരു രൂപത്തിലാണ് ആ വ്യക്തിത്വത്തിൽ നിൽക്കുന്നത്. ഞാൻ എന്നൊരു ഭാവം. ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറയണമെങ്കിൽ, ബ്രാഹ്മണർക്ക് അവരുടെ വ്യക്തിത്വം എങ്ങനെ, ഞാൻ ബ്രാഹ്മണൻ എന്നൊരു ഭാവം അതെല്ലാത്തിൻ്റെയും മെയിനായിട്ടുണ്ടാവും. ബ്രാഹ്മണത്വം, ഒരു ബ്രാഹ്മണത്വാദി അഭിമാനം നമ്മൾ വായിച്ചില്ലേ? ഈ രൂപത്തില് ഈ അഭിമാനം കലർന്ന് നിൽക്കുന്ന ഒരു രൂപത്തില് ആ വ്യക്തിത്വമാണ് എല്ലാവരിലും ഇരിക്കുന്നത്. ഈ വ്യക്തിത്വത്തിന്റെ നാശത്തിനെയാണ് ജ്ഞാനമായിട്ട് പറയുന്നത്. ഇപ്പോൾ ആരോ ചോദിച്ചു, വ്യക്തിത്വം ഇല്ലേ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മളിപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതിന് നല്ല വ്യക്തിത്വം ഉണ്ടാവണോട്ടോ, അതല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? സംഭവം ശരി തന്നെ. പക്ഷെ അതും എങ്ങനെയുള്ള വ്യക്തിത്വം? ഈശ്വരനും വ്യക്തിത്വമുണ്ട്, മഹൽ വ്യക്തിത്വങ്ങൾ, അത് തെറ്റല്ല. ഞങ്ങൾക്ക് സംശയം ഉണ്ടായ കാര്യമാണ് ഈ പറയണത്. ഇപ്പോൾ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ മഹത്തുക്കളും പറയും ഞാൻ എന്ന് പറയും. പക്ഷെ അത് സങ്കുചിതമായ ഞാനല്ല. അവരുപയോഗിക്കുന്നത് ഒരു സമഷ്ടി ഒരു രൂപത്തിലൊരു ഞാനെയാണ് അവർ അന്തരംഗത്തിൽ ഭാവിക്കുന്നത്. പറയുമ്പോൾ ഞാനെന്നായിപ്പോണതാണ്. അപ്പൊ ഇതുപോലെയാണ് ആ വ്യക്തിത്വത്തിന്റെ നാശമാണ്. അതാണ് ഈ അഹങ്കാരത്തിന്റെ നാശമാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. അതിന് നമ്മളെ എന്തെങ്കിലും ഞാൻ ഏറ്റവും സാധുവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോലും അതും അഹങ്കാരമാണ്. ഈ അഹങ്കാരനാശം എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുന്ന വഴി അല്ല ഉണ്ടാവേണ്ടത്. എല്ലാവരോടും ചെന്ന് ഇങ്ങനെ കാലിത്തോട്ട് വീഴുക, അതൊരു അഹങ്കാരി നാശം എന്ന് പറയാം, അതും അഹങ്കാരമാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് നമസ്കാര സ്വാമി എന്നാണ്. അദ്ദേഹം ആരെ കണ്ടാലും നമസ്കരിക്കും. ഏതെങ്കിലും ഒരാൾ എതിരെ വരികയാണെങ്കിൽ നമസ്കരിക്കും. ഇങ്ങനെ ഒരു ശീലം. നമസ്കരിച്ച് അദ്ദേഹം സിദ്ധനായി. ഒരിക്കൽ ഒരു ശവത്തെ ഇവരിങ്ങനെ പാടി എഴുന്നള്ളിച്ച് കൊണ്ടുവരായിരുന്നു. ഇയാൾ ആ ശവത്തിന് നമസ്കരിച്ച് ആ ശവം എഴുതി നടന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ഭയങ്കര പേരായി. അപ്പൊ അതായത് മരിച്ചുപോയവരും ജീവിക്കുക എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹത്തിന് പേരായി. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് എന്തുണ്ടായി? ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവമാണ് പിന്നീട് ഉണ്ടായത്. മനസ്സിലായില്ല? അപ്പൊ ഏതെങ്കിലും ചെയ്ത് ഈ അഹങ്കാരത്തെ ശമിപ്പിക്കാമെന്ന് കരുതുന്നത് വെറും മണ്ടത്തരമാണെന്ന് മഹത്തുക്കൾ പറഞ്ഞു. അങ്ങനെയല്ല ഈ അഹങ്കാരത്തെ ശമിപ്പിക്കാനുള്ളത്. തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞാൽ മതി. ഈ അഹങ്കാരം താനേ ഇല്ലാതായി. ഈ വ്യക്തിത്വത്തെ അഴിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ വേറെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് കൊണ്ടും ഇത് മാറില്ല. ഇനി മാറിയാൽ ഇപ്പൊ നമസ്കാര സ്വാമിക്ക് പറ്റിയാണ് കാര്യം. മനസ്സിലായ എന്തിനാണെന്ന്? നമസ്കാര സംബന്ധിച്ച് എല്ലാവരെയും നമസ്കരിക്കും എന്ന് വെച്ചാൽ വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ അയാൾക്ക് അഹങ്കാരമേ ഇല്ല. അപ്പൊ തീരെ അഹങ്കാരമില്ലാത്ത ജ്ഞാനികളല്ലേ അവര്. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്ത് വന്നപ്പോൾ അതിൽ സിദ്ധി ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്താലും അതിൽ സിദ്ധി വന്നിട്ട് വീണ്ടും മുമ്പത്തെ ഭിന്നത്തെ എന്ന് പറയും പോലെ അതിൽ ഇരട്ടിക്കിരട്ടി അഹങ്കാരം ഉണ്ടാവേണ്ടി ചെയ്യണം, അല്ല നശിക്കുന്നില്ല. പക്ഷെ ഇവിടെ തന്റെ സ്വരൂപത്തെ ഉള്ളതുപോലെ ഉണരാനായിട്ട് നമ്മൾ ചെയ്യുന്ന ജപവും തപസ്സും എല്ലാം ഈ അഹങ്കാരത്തിന് ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. അതിന്റെ കൺസ്ട്രക്ഷനെ എങ്ങനെയാണ്? ആ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കുന്ന രൂപമാണ് ഞാനും പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ആത്മവിചാരം ചെയ്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞില്ലാതായി. എന്നാലും പിന്നെയും കിളുത്തു വരും. പണ്ട് പഴകി വെച്ചേക്കുന്നതായുണ്ട്. അവർ പറഞ്ഞു ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്താൽ ഇത് പിന്നീട് പുനരാവർത്തി രഹിതമായിട്ട് ഇത് ഉണ്ടാവുകയില്ല. അവരാണ് പരാവര ജ്ഞാനികളെന്നാണ് അവരുടെ പേര്. പരാവര ജ്ഞാനികൾ. അവർക്ക് പിന്നെ എന്തും ചെയ്യാം. അവരെന്ത് ചെയ്യുന്നതും അധർമാവില്ല.
അതുകൊണ്ട് മഹത്വങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള അധികാരം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് അവരല്ല ചെയ്യുന്നത്, ആ ഈശ്വരൻ തന്നെ അവരിലൂടെ ചെയ്യും. കൃഷ്ണൻ തന്നെ വന്ന് യുദ്ധമൊക്കെ സംഘടിപ്പിച്ചില്ലേ? അപ്പൊ വാസ്തവത്തിൽ എല്ലാത്തിൻ്റെയും സൂത്രത ആരാണ്? കൃഷ്ണനാണ്. പക്ഷെ കൃഷ്ണന് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നതിൽ ഒന്ന്, അദ്ദേഹം വ്യക്തിത്വത്തിൽ ഇരുന്നല്ല ചെയ്യുന്നത്, സമഷ്ടിയായിട്ടുള്ള കാര്യമാണ്. സമഷ്ടിയായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ഇല്ല. ഒരു പട്ടാളക്കാരെ ഒരാളിനെ കൊന്നാൽ അത് വീരസ്വർഗം നമുക്ക് പറഞ്ഞു അല്ലേ? അതേസമയം ഒരാളിനെ കൊന്നാൽ അത് ബ്രഹ്മഹത്യാദി പാപം എന്ന് പറഞ്ഞു. ഇതാണ് വ്യത്യാസം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തിനാണ്? ഈ പട്ടാളക്കാരന്റെ ഉദ്ദേശം ഈ രാജ്യത്തെ രക്ഷിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പട്ടാളക്കാരെ ഒരാളിനെ വെടിവെച്ചു കൊന്നത്. അത് വീരസ്വർഗമാണ്, അയാൾക്ക് പുണ്യമാണ്. അതേസമയം വേറൊരു ഉദ്ദേശത്തോടു കൂടി അല്ലാത്തത് കൊണ്ട് പുണ്യവും മറ്റത് പാപവുമാണ്. ഇതാണ്. അപ്പൊ സമഷ്ടിയിൽ ആ വ്യക്തിത്വ രാഹിത്യമാണ് ഉള്ളത്. വ്യക്തിത്വ രാഹിത്യം തന്നെയാണ് ജ്ഞാനത്തിന് പ്രസവിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് തീരെ വ്യക്തിത്വം ഇല്ലാത്തവരായി ഈ ജ്ഞാനികളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല അറിയാവുന്നൊരു കാര്യം, നമ്മളെ സ്വാമി അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ്. അച്ഛൻ പറയുന്നു, ആറ്റുകാൽ സ്വാമി ഉണ്ടായിരുന്ന കാലത്തെ, ആറ്റുകാൽ നമ്മളെ അവിടെ കടപ്പുറത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഇവരൊക്കെ കുട്ടികളാണ്, അച്ഛനൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിലൊരു ഇൻ്റർവെൽ വരുന്ന സമയത്ത് ഇവരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവർ കല്ല് ശേഖരിക്കും. ഇതിന് പറയുന്നു, അവിടെ ഒരു സ്വാമിയുണ്ട്, സ്വാമിയല്ല, അവിടെ ഒരു ഭ്രാന്തനുണ്ട്. അയാൾക്ക് നല്ല ഏറി പറ്റിക്കാനായിട്ട് ഇവർ കല്ലുകൾ ശേഖരിച്ച് ഒരു ഇതിൽ കെട്ടിക്കൊണ്ട് ഇവരവിടെ ചെല്ലുമ്പോൾ സ്വാമി കൈതക്കൂട്ടിലിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് നോക്കും. കണ്ണ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പം ഈ പിള്ളേർ എറിയുന്ന എല്ലാം കൊള്ളുമ്പോൾ ഇങ്ങനെ ഒഴിയും. ദേഹം വേദനിക്കും. പക്ഷെ അതിലൊന്നും അവർക്ക് വേറെ ഒരു പ്രതികാരമൊന്നുമില്ല. ഇങ്ങനെ ആവും. അപ്പം ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ വ്യക്തിത്വം ഇല്ലാതെ പോയത്. അതുകൊണ്ട് അവർക്ക് പ്രതികരണവുമില്ല, അവർക്കൊരു പ്രതികരണവുമില്ല. അവർ ഏത് ഭാഗത്തൂടെ കൊള്ളുമോ അത് വെച്ച് നേരിടും. ഇവിടെ കിട്ടിയ ഇങ്ങനെ, അവിടെ കിട്ടിയപ്പോൾ ഇങ്ങനെ വിചാരിക്കും. ഒടുവിൽ അച്ഛനും ഇതിലൊരു കഥാപാത്രമായിരുന്നു എന്ന് പറഞ്ഞു. ഒടുവിൽ അമ്മമ്മ ചെയ്ത പണിയാണ് അച്ഛൻ്റെ പരിവർത്തനം. ഇവരൊക്കെ വലിയ ചട്ടമ്പിമാരും വേറൊരു തരത്തിലൊക്കെ ആയിരുന്നു. എല്ലാവരും അങ്ങനെയാണ് കുട്ടിക്കാലത്തല്ലേ. അമ്മമ്മ ഇതറിഞ്ഞു. അയ്യോ നീ പോയാടാ വിശുദ്ധ പറഞ്ഞ് അമ്മ വിളിച്ചോണ്ട് വന്നു. 7 ദിവസം പട്ടിണി കിട്ടും. 7 ദിവസം. അത് എങ്ങനെയെന്ന് വെച്ചാൽ മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വ്രതം ഇരുത്തി അവിടെ നിന്ന് കിട്ടുന്ന ചോറില്ലേ, ഉച്ചയ്ക്ക് എന്തിനാ ഒരു ശകലം ചോറുണ്ട്, അത് ഇഷ്ടപ്പെടുന്ന ചോറ് ഇങ്ങനെ കൊടുക്കും. പറയാം ഞാൻ പതച്ച് ഇരുന്നാണ് പറയുന്നത്. ആ പാപം പോകാനേ. അപ്പൊ ഞാൻ പറഞ്ഞു വരണത്, അച്ഛനെ പരാമർശിച്ച വേറെ ഒന്നുമല്ല, ഇതുപോലെയൊക്കെയുള്ള ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് ചില കുഴപ്പങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് പ്രായശ്ചിത്തം ചെയ്ത് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം. പക്ഷെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജ്ഞാനം തന്നെയാണ് പ്രായശ്ചിത്തം. അച്ഛൻ അങ്ങനെ ഇരുന്ന് വാസ്തവത്തിൽ അതോടുകൂടിയാണ് അച്ഛന് മഹാദേവൻ പ്രത്യക്ഷ എന്നൊക്കെ പറയും. കുട്ടിക്കാലത്തെ മഹാദേവൻ പ്രത്യക്ഷമാണ്. അത് കാരണം എന്താണ്? ഈ അമ്മൂമ്മേരെ ഈ വ്രതം എടുപ്പിപ്പാണ്. നല്ല വിശപ്പുള്ള സമയമാണ് കുട്ടിക്കാലം. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ വിവരം അറിയും. ഇങ്ങനെ ഇരുന്ന് പതച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. തുപ്പലിങ്ങനെ കുടിച്ചിറങ്ങിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാലമാണ്. അപ്പം നമ്മളിവിടെ പരാമർശിച്ചത് ആ സ്വാമിയെ പറ്റിയാണ്. ആ വ്യക്തിത്വം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ നേരിട്ട രീതി കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. ഇങ്ങനെയാണ് മഹത്തുക്കളിരിക്കുന്നത്. അവർക്ക് ഒരു പ്രതികരണ ശേഷി ഇല്ലാത്തതല്ല, അവരങ്ങനെ ആയിപ്പോയതാണ്. എല്ലാം ആ ഈശ്വരൻ്റെ ഭഗവത് ഇച്ഛകളാണ്. എന്താ അവർ സ്വയം അങ്ങ് വിചാരിക്കും ഇതെല്ലാം ഭഗവത് നിശ്ചയങ്ങളാണ്. ഇനി അങ്ങനെ എറിയിട്ടെങ്കിലും അത് പൂർവ്വജന്മത്തിൽ ഏതോ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അവർക്കൊരു തിരിച്ചൊരു പ്രതികാരം അവർക്ക് ആരോടുമില്ല. ഇതാണ് അവരിൽ നിന്നൊക്കെ നമുക്ക് കണ്ടുപഠിക്കാനുള്ളത്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ സാക്ഷി
ഒരവസ്ഥകളിലും ഈ സാക്ഷി മറയുന്നില്ല. എന്നാൽ ഈ ജീവൻ ഓരോ അവസ്ഥകളിലും ഓരോ രൂപമെടുത്ത് പ്രത്യക്ഷപ്പെടും. ഓരോ രൂപമെടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് അതിൽ ഓരോ ചേലുകളാണ്. അതിൻ്റെ അതിൽ പിന്നെ വരുന്ന കാര്യങ്ങൾ, കർമ്മങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്. രാജാവ് ഒരു സ്വപ്നം കണ്ടു. രാത്രിയിൽ അദ്ദേഹത്തിന്റെ പിന്നെ അയൽ രാജ്യക്കാരൻ രാജാവിനെ ആക്രമിക്കാനായിട്ട് വന്നു. രാജാവ് വളരെ എന്തൊക്കെയോ ചെയ്തതിന് ശേഷം ഇറങ്ങി ഓടി. ഓടുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഉണർന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത് താൻ രാജാവാണെന്നും താൻ പിന്നെ ഇവിടെ ഈ കൊട്ടാരത്തിൽ കിടക്കുകയാണ്. അതുപോലെ എത്രയോ ആൾക്കാർ തനിക്ക് കാവലായിട്ടുണ്ടെന്നും എല്ലാം പിന്നീടാണ് ഓർത്തത്. ആ സ്വപ്നം കണ്ട സമയത്ത് ഒന്നും ഓർത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ജീവന് ഈ ജീവനെ അറിഞ്ഞൂടാ. പരസ്പരം ജീവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞൂടാ. പക്ഷെ ഇതിനെ എല്ലാത്തിനെയും അറിയുന്നു സാക്ഷി. നമുക്ക് ഈ ജാഗ്രതയിൽ പ്രകടമായിട്ടുള്ള സാക്ഷിയാണ്. ആ ജീവൻ ഇടയ്ക്കിടയ്ക്ക് വരും. എപ്പോഴാണ് ജീവൻ വരുന്നതെന്ന് അറിയാമോ? ഒരു അനിഷ്ടമുണ്ടാകുമ്പോൾ ആ ജീവൻ പ്രത്യക്ഷപ്പെടും. ഒരു എന്തെങ്കിലും ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഇതിൽ പൊന്തി വരുന്നതാണ് ആ ജീവൻ വന്നു എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്? സാക്ഷി രൂപമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം കാണുന്നെങ്കിലും ഒന്നുമായിട്ടും ബന്ധമില്ല. ഓൻ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഗീത അവിടെ ഇരിക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്നാണ് ചേച്ചിയുടെ പേരക്കുട്ടി വന്ന് ഇവിടെ വീണത്. ആ ഓടി വന്നപ്പോൾ വീണുപോയി. അവിടെ ഇയാൾ വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ ആ ഞാനെന്നും എന്റേതെന്നും ഉള്ള ഭാവം ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. ജീവൻ ആവിർഭവിച്ചു എന്നാണ്. അവിടെയാണ് ജീവൻ വന്നത്. അതുവരയ്ക്കും അത് ആത്മസ്വരൂപമായ നില. ഈ നിലയെ സ്ഥിരമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രൂപമാണ് ജ്ഞാനികൾക്കുള്ളത്. അതെങ്ങനെ? എന്തെങ്കിലും പ്രയത്നം ചെയ്തിട്ടാണോ ഈ നിലയെ അവര് തുടർന്നതെന്ന് ചോദിച്ചാൽ അല്ല. അവർ തന്റെ യഥാർത്ഥത്തെ ഉണർന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അവർക്കൊരു ബലപരീക്ഷണം അല്ല. ഒരാൾ പറയുന്നു എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കൂല, മിണ്ടൂല, ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന്. അതല്ല ഇതിൻ്റെത്. അതിൻ്റെ ഇതല്ല. മറിച്ച് ഇതാണ് തൻ്റെ യഥാർത്ഥ പ്രകൃതം. ഈ പ്രകൃതമാണ് തൻ്റെ മുഖ്യമായിട്ടിരിക്കുന്ന. ഈ പ്രകൃതത്തിലാണ് താൻ സാക്ഷിരൂപമായിട്ടിരിക്കുന്നത്, ആത്മസ്വരൂപമായിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഗുരു പെട്ടെന്ന് കണ്ടോടനെ പറഞ്ഞു, മോനെ നീ ആത്മസ്വരൂപമാണ്. പക്ഷെ നീ അത് ഉണരുന്നില്ല, നീ അത് മനസ്സിലാക്കുന്നില്ല. നീ അത് ഉണരാതിരിക്കുന്നതാണ് നിന്റെ എല്ലാ വൈഷമ്യങ്ങൾക്കുമുള്ള കാരണം. മനസ്സിലായില്ലേ? സിംഹത്തിന്റെ കഥ അറിയാമോ? സിംഹത്തിന്റെ കഥ. സിംഹം എന്ന് പറഞ്ഞാൽ ഒരു ആട്ടിൻപറ്റത്തില് ഒരു വേട്ടയാടപ്പെട്ട ഒരു സിംഹം ആട്ടിൻപറ്റത്തിൽ ഒന്ന് പ്രസവിച്ചപ്പോൾ അതിന്റെ കുട്ടി ആട്ടിൻപറ്റത്തിൽ വളരാൻ തുടങ്ങി. ആട്ടിൻപറ്റത്തിൽ ആ കുട്ടി വളർന്ന് ആടിന്റെ പ്രകൃതങ്ങളെ കണ്ട് വളർന്ന് ഇത് ആടിനെ പോലെ ഉള്ള പ്രകൃതത്തിലായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാട്ടിലെ സിംഹം നായാടനായിട്ട് വന്നു. ആട്ടിനെയൊക്കെ പിടിച്ച് തിന്നാനായിട്ട് വന്നപ്പോഴേ യഥേച്ഛമായിട്ട് ഇതിന്റെ ഇടയിലൂടെ ഒരു സിംഹക്കുട്ടി ഓടുന്നത് കണ്ടു. ഇത് അതിശയമായിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച ആ സിംഹം ഈ കുട്ടിയെ പിടിച്ചു. ഒരു ദിവസം പതിയിരുന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി. അപ്പോഴും ഈ ആട് വിളിക്കുമ്പോൾ ആ എന്നൊക്കെ കിടന്ന് വിളിക്കുകയൊക്കെ ചെയ്യാണ് ഈ സിംഹം. സിംഹക്കുട്ടി. പക്ഷെ സിംഹക്കുട്ടിക്ക് താൻ സിംഹം എന്ന് അറിഞ്ഞൂടാ. അവസാനം വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നീ എന്താണ് ഈ ആടിനെ പോലെ പെരുമാറുന്നത്? നീ ആടല്ല, സിംഹമാണെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിന് പിടികിട്ട് വെച്ചു. കാരണം അത് പഴകി വന്നിരിക്കുന്ന വാസന. അതാണ് പറഞ്ഞത് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരം അതിന് താൻ ആടെന്നുള്ള സംസ്കാരത്തിൽ അത് പഴകി വെച്ചിരിക്കുക. ഇവിടെ ഉപദേശിക്കുന്നതോ സിംഹത്തിന് ഉപദേശിക്കുന്ന നീ സിംഹമാണെന്ന് ഉപദേശിക്കുകയാണ് മറ്റേ സിംഹം. എത്രയോ പറഞ്ഞു നോക്കി, രക്ഷയില്ല. അതും പറയണം അല്ല ഞാൻ സിംഹമാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് നിൽക്കുകയാണ്. ഒടുവിലാണ് ഇത് ഇങ്ങനെ ആ തടാകത്തിൽ കൊണ്ട് കാണിച്ച് ഇവർ തങ്ങളിലുള്ള മുഖം കണ്ടു. അതോടുകൂടി ആ പ്രത്യുപ്പിക്ക ഉണ്ടായിരുന്നാണ് കഥ. ഇതൊരു ഉപനിഷത്ത് കഥയാണ്. പക്ഷേ ആടെന്ന് മയങ്ങിയിരുന്ന കാലത്തും നമുക്കറിയാം അത് സിംഹം തന്നെയായിരുന്നു, അല്ലേ?
സിംഹം അല്ലാതെയല്ല, പക്ഷെ അതിൻ്റെ അന്ധകരണത്തിലാണ് ആ സ്വഭാവം ഉരുത്തിരിഞ്ഞു നിന്നത്. സത്യപ്രതി തൻ്റെ ഉള്ളിൽ ഈ അന്ധകരണത്തിലിരിക്കുന്ന ആ മാലിന്യം മാറിയാണ്. അതിനെയാണ് ഗുരു മാറ്റുന്നത്. വെളിയിലുള്ളത് നമുക്ക് ബാധിക്കുന്നില്ല. തൻ്റെ ഉള്ളിൽ താൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംസ്കാരമാണ്, ഇത് മാറിയേ പറ്റും. അതിനെ മാറ്റാനാണ് ഗുരു പറഞ്ഞത്, നീ ആത്മസ്വരൂപമാണ്, നീ ബ്രഹ്മസ്വരൂപമാണെന്ന് ആദ്യമേ ഉപദേശിക്കുമ്പോൾ നമ്മൾ അതെങ്ങനെ സ്വീകരിക്കും? താര് അതെനിക്ക് അങ്ങനെയാണോ? എനിക്കത് തോന്നുന്നില്ല അല്ലേ? ഈ 2 ആവരണങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു ഇതിനെയാണ്. അതായത് 2 ആവരണങ്ങൾ താൻ ആത്മസ്വരൂപം എന്നുള്ള ആ നിലയെ ഇയാൾക്ക് ബോധിക്കാൻ സമ്മതിക്കാതെ നിർത്തിയിരിക്കുകയാണ്. അതാണ് 2 ആവരണങ്ങൾ. നാസ്തി നഭാതി എന്ന് പറയും. ഒക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഈ രൂപത്തിൽ ഇയാളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇയാൾ അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഇത്രയും സമയമാണ് നമുക്ക് ഇതിൻ്റെ സാധനാ സമയം. അത് കഴിഞ്ഞാൽ അനുഭവമായിട്ട് വാസ്തവം സ്വാമി പറഞ്ഞത് 101% വാസ്തവം എന്നുള്ള രീതിക്ക് അത് മാറും. മനസ്സിലായി? കേവലമായിട്ട് സാമാന്യമായിട്ട് പറയണമെങ്കിൽ ഈ സാക്ഷിയാണ് വാസ്തവത്തിൽ പ്രകടമായിരിക്കുന്നത് എപ്പോഴും. അത് തന്നെയാണ് സർവത്ര എല്ലാമായിരിക്കുന്നത്. ഇതാണ് അവർ നമ്മൾ പറഞ്ഞു സർവത്ര ഈശ്വരമയമെന്ന് പറയാൻ കാരണം. ഈ സാക്ഷിയാണ് ഈശ്വരനായിട്ട് അവിടെ പറയുന്നത്. സാക്ഷിയാണ് ഇതെല്ലാമായിട്ട് വിളങ്ങിയിരിക്കുന്നത്. സകലതുമായിട്ട് ആ ഉണ്മ സാക്ഷിക്ക് വേറൊരു പേരാണ് ഉണ്മ. ഇതാണ് സത്യം, ഉണ്മ. ഇതെല്ലാം സാക്ഷിയുടെ വേറെ വ്യത്യസ്തങ്ങളായ നാമങ്ങളാണ്. വാസ്തവത്തിൽ എന്താണ് പ്രകാശിച്ചിരിക്കുന്നത്? ഈ ഉണ്മയാണ്, ഈ സാക്ഷിയാണ് പ്രകാശിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഉണരാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി ഫിൽട്ടർ ചെയ്ത് വരാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഇൻഫർമേഷൻ നമുക്ക് സൂക്ഷിച്ചോട്ടെ. ഇതാണ് ബൃഹത്തായിട്ട് ഈ സാക്ഷിയാണ് വിളങ്ങുന്നത്. ഇതിലാണ് ഈ ലോകം തോന്നുന്നത്, ഈ ജീവൻ തോന്നുന്നത്, എല്ലാം ഇതിലാണ്. അതെങ്ങനെയാണ് അത് ഇളകാതെ നിന്ന് ഈ മാറിക്കൊണ്ടിരിക്കുന്നതിനെല്ലാം മാറ്റമില്ലാതെ ഇരുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. മാറ്റമുള്ളത് സാക്ഷിയല്ല, ആത്മാവല്ല. സാക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു പാർട്ടിനെ എടുത്ത് പറഞ്ഞു. ആത്മാവിൻ്റെ ഒരു പാർട്ടാണ് ഈ സാക്ഷി എന്ന് പറയുന്നത്. അതിൻ്റെ 2 പാർട്ട് വേറെയുണ്ട്. അതൊക്കെയാണ് ചിത്തും ആനന്ദവും. അതിനാണ് ഇതിനെ സാക്ഷി, ആ ഉണ്മയെ സാക്ഷി എന്ന് പറയും. അതിൻ്റെ ചിത്തിൻ്റെ ആനന്ദത്തെയും ഇതിൻ്റെ വിശേഷ രൂപമായിട്ടൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വിശേഷ രൂപത്തെ മറച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന ഈ ലോകം തോന്നാൻ കാരണമായിരുന്നു. ആത്മാവിൻ്റെ ആ സത്ത് സാമാന്യ രൂപം പ്രകടമാണ്, പക്ഷെ അതിൻ്റെ വിശേഷ രൂപത്തെ മറച്ചിരിക്കുകയാണ്, ആവരണം മറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആർക്കും ഞാൻ ഉണ്ടെന്ന് തോന്നുന്ന എന്നല്ലാതെ ആ തോന്നുന്ന ആ ഞാൻ ആരാണെന്നറിയാത്തത്. ഇത് ആരാണെന്ന് അറിയാതെയും അല്ല ഇരിക്കുന്നത്. ആരാണെന്ന് അറിയുന്ന വെച്ചാൽ ഞാൻ താരയെന്നും ഞാൻ ഗവൺമെൻറ് ജോലിയുള്ള ആളാണെന്നും ഞാൻ ഉഷയെന്നും ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥം അതാണോ ഞാൻ? അത് ഈ ഞാനിൽ തോന്നിയ ഒരു ആരോപമാണ്. യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥയല്ല, ഈ പറയുന്ന കാണുന്ന ഈ ദേഹവുമല്ല, ഈ ഒന്നുമല്ല. ഇത് അത് പറഞ്ഞില്ലേ, ദുർഗുണ നിരാമയമായ ആത്മസ്വരൂപമാണല്ല. എല്ലാം സകലരും ആത്മസ്വരൂപം, എല്ലാവരും ആത്മസ്വരൂപികളൻ നല്ലേ പറയേണ്ടത് തോക്കുകിൽ നാം. ആരെ? ഗുരുദേവന്റെ. എല്ലാവരും ആത്മസ്വരൂപികളെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം. അപ്പോൾ ഓർക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇതെല്ലാം ആത്മസ്വരൂപികൾ, അന്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഇവിടെയുള്ള വേർതിരിവ് എന്തെങ്ങനെ വന്നു വെച്ച് അതാണ് വന്ന് ധനത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ആകൃതി സംബന്ധിച്ചും അല്ലെങ്കിൽ സൗന്ദര്യങ്ങൾ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനമാനങ്ങൾ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഉപാധിയെ പിടിച്ചുകൊണ്ടാണ് ഈ വ്യത്യസ്തതയിലുണ്ടായിരിക്കുന്ന ആ വ്യത്യസ്തത ഉണ്ടാക്കിയിരിക്കുന്ന ഉപാധികൾ ഇല്ലാത്തതാണ്. അതാണ് തോന്നലായിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിനെയാണ് ഇവർ ഉണർത്തുന്നത്.
ഇത് സ്വാമി, ഞങ്ങളുടെ സ്വാമി പറയുന്നത് ഇതാണ്, ഇത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യാമങ്ങൾ തോറും കിളി ചലക്കുന്ന പോലെ ഇതിങ്ങനെ പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആ ബ്രഹ്മനിഷ്ഠന്മാരായിരിക്കുന്നവർക്ക് ഇത് തെളിയും, അല്ലാത്തവർക്ക് തെളിയില്ല. ഇതേ ശരണമായിട്ടിരിക്കും. അവർക്ക് വേറെ ജോലി ചെയ്യരുതെന്നല്ല അർത്ഥം, ജോലിയെല്ലാം ചെയ്യാം. പക്ഷെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ അവർ ഈ ചിന്തയിൽ വച്ച് പുലർത്തും, ഈ ചിന്ത വെച്ച് പുലർത്തും. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ സുസാധ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇനി പറയുന്നത് സാക്ഷിയെപ്പറ്റി കുറച്ചുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സ്വാമി ശ്രമിക്കുകയാണ്. മുൻപ് പറഞ്ഞ സാക്ഷിരൂപ സന്യാസിയെ അവരാൽ പാർക്കപ്പെട്ട പുരുഷൻ, ആ പുരുഷന്റെ അവസ്ഥ, അവന്റെ വ്യാപാരങ്ങൾ, ഇവകളുടെ ഗുണദോഷങ്ങൾ എങ്ങനെ തൊടാൻ സാധിക്കുന്നില്ലയോ, ആത്മാവിൽ കാണപ്പെടുന്ന അഹങ്കാരം, അതിന്റെ അവസ്ഥ, അതിന്റെ വ്യാപാരങ്ങൾ, ഇവകളുടെ ഗുണദോഷങ്ങൾ തൊടുകയില്ല. ഏത് ഭാഗ്യശാലിയായ പുരുഷൻ ആത്മാവിനെ സാക്ഷി മാത്രമായും അഹങ്കാരാദികളാൽ തൊടപ്പെടാത്തവനായും ചൈതന്യം മാത്രമായും ശ്രുതികളാൽ അറിയുന്നുവോ അവനാണ് ജീവൻ മുക്തൻ. അങ്ങനെ തന്നെ ശ്രുതിയും പറയുന്നു, അല്ലയോ പുത്ര, ആത്മവിഷയത്തിൽ വേദാന്ത ശാസ്ത്രം പ്രമാണം. അതിനെ വിശ്വസിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിനെ അവസ്ഥാത്രയ സാക്ഷിയായി അറിയണം. ഇത്രയും പറഞ്ഞാണ് 9ാം വർണ്ണകം സ്വാമി ഉപസംഹരിച്ചത്. പറയുന്നു, അല്ലയോ പുത്ര, ആത്മവിഷയത്തിൽ വേദാന്ത ശാസ്ത്രമാണ് പ്രമാണം. തൻ്റെ ഊഹാഭോഗങ്ങളോ തൻ്റെ അനുമാനങ്ങളോ ഒന്നും ഇതിൽ പ്രമാണമല്ല. അതെല്ലാത്തിലും വാസന പൊരുളും. അത് എങ്ങനെ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ അജ്ഞാന സംസ്കാരമാണ് ഇരിക്കുന്നത്. അജ്ഞാന സംസ്കാരം എന്താണ്? ഞാൻ ഈ ദേഹമാണെന്നുള്ള ഒരു ചുരുങ്ങിയ ഒരു സംസ്കാരത്തിൽ ഇരിക്കുകയാണ് എല്ലാവരും. മനസ്സിലായില്ലേ? സ്വാമി പറയാനായിട്ട് ഇത്ര 5 അടി 2 ഇഞ്ച് പൊക്കം, നിറം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ നിരൂപിച്ചിരിക്കുന്നത്. ഇതല്ല സർവത്ര പരിപൂർണമായിട്ടും ഇരിക്കുന്ന ആ ചൈതന്യ വിശേഷത്തെയാണ് ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഞാനിനെ പരിശോധിച്ച് ചെല്ലുമ്പോൾ ഞാനും ചേച്ചിയുമായിട്ടുള്ള ആ ദ്വൈതമില്ല, അത് മാറി. അദ്വൈതമാണ്, സർവത്ര പരിപൂർണമായിട്ട് ഏകമായിട്ട് ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. ഈ ആകാശം എങ്ങനെ ഇരിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരേ ഒരു ആകാശം ഘടാകാശമായിട്ടും മഠാകാശമായിട്ടും മേഘാകാശമായിട്ടൊക്കെ പ്രതീതമാകുന്ന പോലെ വാസ്തവത്തിൽ ആകാശം വേറെ വേറെ അല്ല. ഉപാധിയുടെ സ്വഭാവത്തിൽ അത് വേറെ വേറെ തോന്നുന്നെന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അത് ഒന്നാണെന്ന് അറിയുന്നതാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ അഭേദ ദർശനം ജ്ഞാനം. ഭേദം മറ്റ് അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ ഭേദത്തോടുകൂടി അറിയുന്നതാണ് ജ്ഞാനം. ഈ അജ്ഞാനത്തിൽ അകപ്പെട്ടാണ് എല്ലാവരും ഇങ്ങനെ കിടന്ന് കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ജന്മാന്തരങ്ങളായിട്ട് ഇപ്പൊ ഇന്നൊന്നോ തുടങ്ങി ജന്മദുഃഖമാണ്. ജന്മം ദുഃഖമാണ്. ജന്മദുഃഖം, ജരാദുഃഖം, ഛായാദുഃഖം, പുനഃ ഓരോന്നിലും നമ്മൾ മനസ്സ് പെടേണ്ടത് നമ്മൾ കാണുന്നില്ലേ? സത്യത്തിൽ ഈ പെടത്തിലില്ലാതെ നമുക്ക് ഒരു നിമിഷം കഴിയാൻ പറ്റുന്നുണ്ടോ? എന്ത് സംഭവിക്കുന്ന പെടത്തിലല്ലേ ചെയ്തു? അയ്യോ അങ്ങനെയായി, അപ്പോഴുണ്ടാകുന്ന ഒരു പെടത്തില്. ഇങ്ങനെ എത്രയോ ജീവിത സംഭവങ്ങള്. ഒരാളുടെ ജീവിതം പരിശോധിച്ചാൽ ആ ദുഃഖത്തെയും സുഖത്തെയും സ്വാമി പറയുന്നതാണ്. ഒരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ ഏതായിരിക്കും കൂടുതലായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. സ്വാമി പറയുന്നു മറ്റേതങ്ങ് പൊങ്ങി നിൽക്കും, മറ്റേ താന്ന് കിടക്കും. ഏത് ദുഃഖമേ ഉള്ളൂ. ദുഃഖമാണ് ഈ ലോകം. ഇതിൽ ഒരു സുഖവുമില്ല. സുഖം ആത്മാവിന്റെ സ്വരൂപമാണ്. അറിയുന്നതുകൊണ്ട് മാത്രമേ ആ സുഖം ഈ പ്രാപ്തി ഉണ്ടാവുള്ളൂ. ഇതാണ് സർവദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി രൂപമായിരിക്കുന്ന മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്. ഈ രൂപത്തിൽ നമ്മൾ പെരുമാറി പതുക്കെ വന്നാൽ, നിങ്ങളൊക്കെ ഇത്ര വലിയ കൂടുതൽ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചു കാണില്ല, പക്ഷെ എങ്കിലും ആ ഒരു അടക്കവും ഇതിനെ അറിയണമെന്നുള്ള ജിജ്ഞാസയും മാത്രം മതി. കൂടുതലൊന്നും പഠിച്ച് വരണമെന്നും ഇല്ല. പിന്നെ കൂടുതലൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരു രസത്തിനാണ്. മനസ്സിലായില്ലേ? അറിയുന്നവരും ഇത് പഠിക്കും. ഇതിനാണ് അവർക്കൊരു വിനോദമാണിത്. മഹത്തുക്കൾ ഏതെല്ലാം രൂപത്തിലാണ് ഇതിനെ ചിത്രീകരിച്ച് എങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നുള്ള കാണാനായിട്ട് ചിന്താസ്വാമികൾ എന്തുമാത്രം പുസ്തകങ്ങൾ പഠിക്കുകയും എഴുതുകയും അതൊക്കെയാണിത്. അപ്പം ഞാനൊന്ന് ആലോചിച്ചു, സ്വാമിക്ക് ഇതെല്ലാം മനസ്സിലായതിനു ശേഷവും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ. നല്ല ഹാർഡ് വർക്കല്ല, അവർക്കൊരു രസമാണ്.